മീര, ഇനി ഞങ്ങള് മീരയ്ക്കും നാരനും വലിയൊരു ഗസ്റ്റിനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമലച്ചെലുത്തി ഈ കാഞ്ഞിരപ്പള്ളിയിലേക്ക് നെറുതും വേളയും ഇതുപോലുള്ള പെൺപിള്ളേരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. റബ്ബർ പോലെ കസര കേറിന്നോ ധൈര്യമായിട്ട് കയറിയിരിക്കുക. സാർ, ഞങ്ങൾക്ക് ഇനി കൈദി 2ന്റെ ഒരു അപ്ഡേഷൻ പറയാൻ പറ്റും. Neetu's Academy, India's #1 language academy. നമസ്കാരം. നല്ല കയറി അപ്പൊ നമുക്ക് നമ്മുടെ അതിഥികൾ എത്തിയിരിക്കുകയാണ്. ക്യൂൻ എലിസബത്ത് എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്ദിരാഗാന്ധി കോളേജിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയുടെ കൂടി. അപ്പം നമുക്ക് തുടങ്ങിയാലോ? എങ്ങനെയാണ് തുടങ്ങുക? നമുക്ക് നമ്മുടെ പിള്ളേർ അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്, കാഴ്ചവെക്കാൻ പോകുന്നു. ആദ്യം എന്തായിരിക്കും ഇവർക്ക് കൊടുക്കാൻ പറ്റും? ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റം എന്താണ് കോളേജിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? ആദ്യമേ നമുക്ക് കാണാം, നമുക്ക് വഴിയിൽ കാണാം അല്ലേ? റെഡിയാണോ? അപ്പൊ നമുക്ക് ക്രിസ്മസ് ഒക്കെയാണ്, ഒരു മാർഗം കളിയിൽ നിന്ന് തുടങ്ങാം അല്ലേ മീര? ഓക്കെ അല്ലേ? മീര പറഞ്ഞു അത് മതി. ഒന്ന് കൈയടിക്കാം. റെഡി? പ്ലീസ് കം. അപ്പം ഓക്കെ അല്ലേ? അല്ല പോവല്ലേ? എങ്ങോടെ പോകുന്നു? അങ്ങനെയാണോ? ഇങ്ങോട്ട് വരുമെന്ന്? നിങ്ങൾ ഈ മാർഗംകളിയുടെ ഡ്രസ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് മീര ജാസ്മിന്റെ ഏത് സിനിമ ഓർമ്മ വന്നു എന്ന് പറയണം. മീര കേട്ടല്ലോ, ആ സിനിമയാണ് ഇവർക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഇവരുടെ മാർഗംകളിക്കും കസ്തൂരിമാൻ സിനിമയ്ക്കും മീരയ്ക്കും വേണ്ടി ഒരു നല്ലൊരു കൈയടി. പോരാ, വരുന്നതേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഇവിടെ കാണണം. മീര കസ്തൂരിമാന്റെ ഡാൻസ് ചെയ്യും. അപ്പൊ നിങ്ങളൊക്കെ കൂടെ കാണുമോ? ഓക്കെ അല്ലേ? നമുക്ക് ഇനി എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇനി നമുക്കുള്ളത് ഒരു അടിപൊളി ഡാൻസ് ആണ് നമ്മുടെ പിള്ളേരുടെ. എന്ത് ഡാൻസ് ആണ്? A dance in tribute to all the films of Meera Jasmine. മീര ജാസ്മിൻ നാരന് വേണ്ടി ട്രിബ്യൂട്ട് ആണ് പിള്ളേർ തയ്യാറാക്കിയിരിക്കുന്നത്. കാണണ്ടേ? റെഡി? പ്ലേ.
ഓ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ. മീര എങ്ങനെയുണ്ട്? നരൻ സൂപ്പർ അല്ലേ? കേട്ടില്ല, അവര് കേൾക്കണം. സൂപ്പർ അല്ലേ? അടിപൊളി അടിപൊളിയായിട്ടിരിക്കുന്നു. സൂപ്പർ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഇനിയും വരുന്നുണ്ട് ഐറ്റംസ്, ഇനി വരാൻ പോകുന്നുള്ള ഐറ്റംസ്. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് നമ്മൾ മീര ജാസ്മിൻ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയൂ. At least 23 if I am not wrong, ma'am. ഓർമ്മയില്ല. ലാസ്റ്റ് അഭിനയിച്ച സിനിമ ഏതാണ് മീര? പറയൂ. Last അഭിനയിച്ച സിനിമ ഈ ക്യൂനല്ല, അതിന് തൊട്ട് മുമ്പ്. ഗൂഗിൾ ചെയ്യേണ്ടി വരും. ചെയ്യണ്ട, ഒന്ന് ഓർത്തു വയ്ക്കുക. മകൾ എന്ന സിനിമയിലാണ്. മനസ്സിലായോ? എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടോ മീരയ്ക്ക്? അവാർഡ് പലതും, but most notably national award, 1 national award and 2 state awards. പോരെ? നമ്മുടെ നരൻ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? I'm close to 23. അല്ല, 23 അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. എനിക്കറിയാം. ലാസ്റ്റ് അഭിനയിച്ച സിനിമ ഞാൻ പറയാം. 2018 കഴിഞ്ഞിട്ട് വേറൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അത് കറക്റ്റാണോ? റിലീസ് ചെയ്തത് അല്ലേ? അപ്പോൾ തമിഴ്, ഹിന്ദി, തെലുങ്കു എല്ലാ ഭാഷയിലും അഭിനയിച്ച 2 അതിഥികളാണ് നമുക്കുള്ളത്. 2 പേർക്ക് നല്ലൊരു കയ്യടി. അപ്പോൾ നമുക്ക് അതിഥികളെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയമായി. നമുക്ക് എപ്പോഴും ആദ്യം വിളിക്കേണ്ട ആരെയാണെന്നൊരു സംശയം ഉണ്ടാവും. അത് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും. ഇതിന്റെ കപ്പിത്താൻ, അമരക്കാരൻ നമ്മുടെ പപ്പേട്ടനെയാണ് അല്ലേ? പത്മോർ സാർ, പ്ലീസ് കം, വെൽക്കം സ്റ്റേജ്. നല്ല കൈയടി പോരാ. Come on, come on. പപ്പേട്ടാ, നമുക്ക് ചെയറുകൾ ഓരോന്നായിട്ട് സ്റ്റേജിൽ വരും. ഇനി നമുക്ക് വിളിക്കേണ്ടത് ആരെയാണ്? ഒരു കഥയുണ്ടാകണമല്ലോ ഇല്ലേ? കഥയുണ്ടാകുമ്പോഴാണ് സംവിധാനം ഉണ്ടാകുന്നത്, നിർമ്മാതാവുണ്ട്. അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, പ്ലീസ് കം, നല്ലൊരു കൈയടി. ഇത് രണ്ടും ഉണ്ടായെങ്കിൽ അതിന് നിർമ്മാതാവ് വേണം അല്ലെ? നിർമ്മാതാവ് ഉണ്ടെങ്കിലേ സിനിമയാകത്തുള്ളൂ. നിർമ്മാതാവും ആക്ടറുമായ രഞ്ജിത്ത്, പ്ലീസ് കം. എന്താണ് ഒരു എനർജി ഇല്ലാത്ത? ഞങ്ങൾ പോട്ടല്ല. ഇനി നമുക്ക് വിളിക്കേണ്ട ആരാണ്? ഈ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് നല്ല എനർജി തന്നെങ്കിൽ നല്ല മ്യൂസിക് വേണം. ആ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ, പ്ലീസ് കം. ഇനി നമുക്ക് വിളിക്കേണ്ട ആരെയൊക്കെയാണെന്ന് അറിയാലോ. ആരൊക്കെയാണ്? Our biggest stars today, Meera ma'am and Naren sir. രണ്ടുപേർക്കും നല്ലൊരു Please come കൈയടി on കൂടി. stage, everybody. കയറി വരുമ്പോ ഒരു മ്യൂസിക് ഇടാൻ വേണ്ട. എന്താണിത്? ഞാൻ പറയണോ? ഫോട്ടോ ഇടാം. Come on, everybody. Big cheers for the whole team. നമ്മുടെ അതിഥികളെല്ലാം സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. മീര എങ്ങനെയാണ്? അടിപൊളിയല്ലേ? ഇനി ഞങ്ങള് മീരയ്ക്കും നരനും വരി ഒരു ഗസ്റ്റിനെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗസ്റ്റ് ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പൊ കേട്ടു പോയിക്കോളൂ. ബാംഗ്ലൂരിലെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ എടുത്ത് വായിക്കണം. എനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആരോടാ പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലയ്ക്കുമേൽ തിരികെ വരും. നിന്റെ മനസ്സിൽ ഭ്രന്ത നിന്നെ ചതച്ചിരിക്കുന്നു. നീ കണ്ണുകളെപ്പോൾ എവിടെയെന്ന് പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൊണ്ടുപോക്കിയാലും അതിൽ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെടുക്കും. അപ്പം ഇതാണ് നമ്മുടെ നടന്മാരുടെ ശബ്ദങ്ങളെടുത്ത് ഇനിയിപ്പോൾ മീരയ്ക്ക് വേണ്ടി വേറൊരു സർപ്രൈസ് ഇപ്പം തരും. മീരയുടെ സിനിമയുടെ അതിനെ കമർച്ചെടുത്തി ഈ കാഞ്ഞിരപ്പള്ളിയിൽ പിന്നെ എന്തും വിളയും.
ഇതുപോലുള്ള പെൺപിള്ളേരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. റബ്ബർ പോലെ അടിച്ചങ്ങ് തിരിച്ച് കറങ്ങി വരണം. മൃദുലം തൊട്ട് മാത്രം ചലിച്ച സ്വത്ത് വരാമെന്നത് ഇന്നെന്റെ കാലിനടിയിൽ നിന്റെ നെഞ്ചിന്റെ താളം കേൾക്കാൻ കഴിയും. ഞാനൊന്ന് അമർത്തി ചോദിയ പിന്നെ ഒരു കച്ചേരി കെട്ടി തരുമ്പോൾ എല്ലാം തീരും. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഈ 3 പേരുമാണ് എന്റെ ഹീറോസ്. ഈ 3 പേരും പൊരുതി തോറ്റവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റങ്ങ് പോട്ടെന്ന് വെക്കില്ല. അതുകൊണ്ട് കളിക്കുന്നപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. I always play to win. What do you say? എങ്ങനെയുണ്ട്? കിടു കിടിൽ. കിടിലം. ഒരു മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് 101 പേര്. 10 മിനിറ്റ് കൊണ്ട് 101 പേരുടെ ശബ്ദം കേൾപ്പിക്കും. 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഒന്ന് കേട്ടിട്ട് നമ്മുടെ സിനിമയിലേക്ക് പോകാമല്ലോ. 10 മിനിറ്റ് കൊണ്ട് 101 പേരുടെ ശബ്ദം. റെഡി? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കോളേജിൽ ഇങ്ങനൊരു പരിപാടിക്ക് വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട്, ഇത്രയും വലിയൊരു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന താരങ്ങളുടെ കൂടെ വരാൻ പറ്റിയതിൽ വലിയ അഭിമാനം. അതിലുപരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീതത്തിലെ സുഹൃത്ത് രഞ്ജിനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്നത്. രഞ്ജിൻ ഉണ്ടെന്ന് ഞാൻ സത്യത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മ്യൂസിക് അറിയാം, അത് ഞാൻ അതെ 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 കോമഡി ഉത്സവത്തിൻ്റെ ടെൻ ഇത് ചെയ്തത് രഞ്ജിനാണ്. അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഒരു 2009 സൗത്ത് ആഫ്രിക്ക എന്ന എൻ്റെ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അന്നോടുള്ളൊരു ബന്ധമാണ്. വളരെ സന്തോഷം. പാലക്കാട്ടുകാരനാണ് ഞാൻ, തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ 10 മിനിറ്റിൽ 101 പേരുടെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ടി വിയിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കുക. അവിടെ ലൈക്കും ഷെയറും ഒക്കെയാണ് വേണ്ടത്. ഇവിടെ അതല്ല വേണ്ടത്. നിറഞ്ഞ കൈയടിയാണ്. ഓരോ 5 സെക്കൻഡ് 6 സെക്കൻഡിൽ ആൾക്കാർ മാറിപ്പോവുകയാണ്. അപ്പോൾ ഒരു പാട്ടോ ഡാൻസോ ഏറ്റവും അവസാനം കൈയടിച്ചാൽ മതി. അവസാനത്തേക്ക് വയ്ക്കരുത്, എൻ്റെ അവസാനം കണ്ടുവരും. നിങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ നന്നാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈയടിക്കണം. ആ കൈയടിയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള ഊർജം. താങ്ക് യു. വിത്ത് യുവർ പെർമിഷൻ സർ. വിത്ത് യുവർ പെർമിഷൻ പ്ലീസ്. താങ്ക് യു. പ്ലേ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ നഗരത്തിലെ ബന്ധുപറ്റും ചിലരെടുത്ത് ചാരം. കുട്ടി അടിക്കോളൂ. കുട്ടിക്ക് ഇങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. രാഘവോ. വിഷ്ണു, ഇത് വിഷ്ണുവിന്റെ കയ്യിലുള്ള 1000 രൂപ നോട്ട്. ഈ 2 നോട്ടുകൾ വിഷ്ണു ഇന്ന് അതിന്റെ പഴുകി പറഞ്ഞ പടം ഒന്ന് പഴുത്തി പറഞ്ഞ പടം എന്തിനീ പൂക്കൾ ചിരിക്കുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്. ഉണ്ണി മലയാള സിനിമ എന്ന് പറയുന്നത് വലിയ അകച്ചുള്ളിലേക്കുള്ള കൂട്ടുകൂട്ടലുകൾ. എന്നാ പറയാനാ ആൻസി ഇതൊന്നും നിന്നോട് അല്ലെങ്കിൽ അങ്ങനെ പണ്ട് ഓരോന്നും കൊടുക്കത്തില്ല. മോഹൻ, നിങ്ങളൊരു നടനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയുടെ കഥ പറയുന്നത് നമുക്കോടാണ്. നമുക്കത് കൺവിൻസ് ആവാത്തതുകൊണ്ടാണ് പിന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ചിന്തിക്കണം. ഞാനും ലാലും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. കലാഭവനിൽ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പ്രേമം ഈ വീടിന്റെ ഒരു കല്യാണം തന്നെ കഴിക്കണം കേട്ടോ. ഒരു സമയത്ത് സരസിന്റെ നല്ലോണം നിനക്കന്നെ ഒരിക്കലും ഭവനം മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് കേട്ട ഭാവമുണ്ടോ? സദാവ് പാർട്ടിക്ക് തോക്കെടുത്ത് തോക്കെടുത്ത് കാഴ്ചയെടുത്ത് ഇത് ഞാൻ പറഞ്ഞ വാക്കുകൾ നാളുകളോ. പിന്നെ ചത്തവരോ ചത്തു. എന്തിനാ ജീവിച്ചിരിക്കുന്നവരെ കൂടി ഇരിക്കുന്ന വന്മരം വീണു. പകരം ആരും എന്നാണ് ചോദ്യം. ഒറ്റത്തിലേ ഇനി അത്തപ്പാടി തന്നെ കാണും. തന്റെ ക്രിമിനൽ കഴിയും വരെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് വിഷുവിനുമായ പരിപാടി നമ്മൾ ആശുപത്രി ചെയ്തുകൊണ്ട് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നെ അച്ഛനെയും കൂടി ഒടുക്കാൻ നോക്കണ്ട എന്നാണ്. ഞങ്ങള് അച്ഛനെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. കേരളത്തില് ഉടനീളം കോൺഗ്രസിൽ ഞങ്ങൾക്ക് നല്ലൊരു ഈ വിരുദ്ധപക്ഷം
ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ കൊട്ടാരക്കര ഗണപതി, മംഗലാമ നെയ്യപ്പൻ എല്ലാം ഒന്നാമതൊരാനേടാ. ഉണ്ണിത്താൻ ചേട്ടൻ എന്തെങ്കിലും അനക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് വേങ്ങരയിലെന്നല്ല മുസ്ലിം പാലായെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു പിറ്റി ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ശ്രീമാൻ വിജയൻ കഴിഞ്ഞ കാലം എനിക്ക് പറയാനുള്ള കാര്യങ്ങള് അതിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ശീലമാണ് എനിക്ക്. അതുകൊണ്ട് मेरा देशवासिया हमारा देश हमारा मंदिर साबित ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പഠിപ്പിക്കുന്ന തുല്യ കണ്ണാടി പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഏതൊക്കെ കാര്യം ചെല്ലുന്നത് മെസ്സപ്പൊട്ടേമിയയിലെ മറ്റൊരു നഗരത്തിലേക്കാണ് പിന്നീട് നിങ്ങളുടെ യാത്ര. അമ്പരച്ചുണ്ടുകളായ ഗോപുരങ്ങൾ കാണാൻ സാധിക്കുന്നത്. അവൻ ഉണ്ണിമുഖത്തല്ല ചിന്ന മുഖത്ത് ഇവിടെ കണ്ട ആരും ഓടി കാണും. നടക്കൂല നടക്കൂല മോനെ. അവിടെ നില്ല ശാകലകല വല്ലഭൻ ഉഹകതിലോ വഖബൂജ് മഹേശ്വരിയമ്മേ മോളെ ശോഭെ സബ്ദിൽ താണ്ടി ഇവിടെ അമ്മേ 50 വർഷങ്ങൾക്ക് മുന്നേ തിരിച്ചുപോയ അമ്മയുടെ മകൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ശരതേ അടുത്തൊരു ഞാൻ നിന്നെ ഒരു വേലക്കാരിയായിട്ടല്ല ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വരുന്ന കപ്പലിൽ കത്തി കളിക്കാനുള്ളതല്ല, അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചോര. ഇനി ഇവിടെ മാത്രമല്ല പിടി അങ്ങനെ ഡൽഹിയിലും ഉണ്ട്. കഴുത്തമ്മ നീ ഇങ്ങനെ നടന്നു ഞാൻ ഈ കടാപ്പത്തിൽ പാടിപ്പാടുന്നു ചെയ്യണേ ചെയ്യുന്ന ഭാഗങ്ങൾക്കല്ലേ ഭാഗം കൊണ്ട് ചോദിക്കാൻ പറ്റും. ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾക്ക് ഫയലെടുത്ത് നോക്കിയാൽ പോരാ, പഠിക്കണം. കനലിറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് മലമറയ്ക്കുന്ന പണിയാണ് നിങ്ങൾക്ക് അവിടെ ഈ ചിരിക്കണ. എന്തോ സാറേ എന്റെ ഒരുപാട് കാശ് മേടിച്ചിട്ട് എന്നെ ഒരുപാട് സാറേന്ന് വിളിച്ചില്ലേ സാറേ. പോട്ടെ സാറേ, ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലടാ. ഇത്രയും നേരം നീ അല്ലെങ്കിലും കുടിയന്മാർക്ക് പിന്നെ അവിടെ ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. അല്ലെങ്കിലും കൃഷ്ണൻ എടാ ഞങ്ങൾ ഇത്രയും നാൾ ഈ അങ്കമാലി കിടന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതുവരെ കേസുണ്ടാ ഉണ്ടാ ചെറുതൊക്കെ അടിച്ച് അങ്ങനെ കിടന്ന് അല്ലെങ്കിൽ ഒന്നിനാ നിന്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരുന്നില്ലടാ ഞാൻ. നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാനും ഒരു മര്യാദക്ക് വേണ്ടേ. അപ്പുറത്തുനിന്ന് പണിയുമ്പോ നീ ചിന്തിച്ചതേ ഇപ്പുറത്താരെങ്കിലും കാണുമല്ലോ. ഇത്ര നേരം അടുത്തൊന്നും മനസ്സിലാക്കാൻ ചാടത്തണ്ടി. അല്ലെങ്കിൽ അങ്ങനെ മോടെ ഇവിടെ ഒരു പോലീസ് വരില്ല. അതോ വന്നാൽ തന്നെ തിരിച്ചു പോകും. രാവിലെ മുതൽ ഒരേ ഫോൺ കോൾ. പ്രാന്തിയുണ്ടോ പത്മശ്രീയുണ്ടോ ശിവന എന്തോന്നിടാ എല്ലാരും പറയുന്ന പെണ്ണ് മുക്കിയെന്ന് ഞാൻ പൊക്കിയെന്ന് സൂചന. ആരും അവത്തെ കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നോണ്ടി എന്നെ കൂടെ പിള്ളച്ച പിള്ളേര് കറി കളിച്ചിട്ട് പെരുമർത്തവർത്തിന്ന് വിളിച്ചോ അല്ല ഒന്ന് കിട്ടി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ നിനക്ക്? കണ്ട കണ്ട കോപ്പി മുമ്പത്തിന് മൂക്കനാണ് ആദ്യം പറഞ്ഞ് ഗോത്രേശന്റെ കൂട്ട് കേട്ടോ. നീലോണ്ട ഇത് ഞാനാടാ മുണ്ടക്കല ശേഖരൻ. ഒരുപാട് എന്താണോ നീലേണ്ട? തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ, മറ്റുള്ളവർക്കെന്താ? നീ പകപോക്കണല്ലേടാ. നിനക്കുണ്ടല്ലോ ജന്മപ്പെട്ടൊരാണ്. എടാ അച്ഛേ, പിള്ളേർക്കട മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെടാ. ഞാനെന്താ പറഞ്ഞത്? എനിക്കറിയാം 25 വർഷം അപ്പുറത്തല്ലേ കോടി കഴിക്കുന്നവന്റെ മനസ്സ് പറയാൻ മതി, വയറ് മാത്രമേ. എങ്ങനെ സാറാ മേരി കുര്യൻ ഒരു ദിവസം നടത്തൂല, നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെല്ലാം പട്ടിണി വന്ന് ചാകാൻ കിടക്കുമ്പോന്ന് എന്നിരിക്കുക ഞാൻ രഹസ്യമില്ല. ചേച്ചി വരുത്തോ
ചേച്ചി എന്നെ കൂടി ചിത്രം പിടിക്കാം ഇതെല്ലാം വേണ്ടിയിട്ടാ ആ പോവാന്ന് പറഞ്ഞാൽ മനസ്സിലായി. പിന്നെ നീ എന്തിനതല്ലേ നിനക്ക് നീന്തണക്കറിയണേ ഒന്നില്ലേ ഈ ആട്ടം ബിരിയാണി കിട്ടുന്ന ദിവസം തന്നെ വരാം. വളരെ അങ്ങനെ സാറേ വേണമെങ്കിൽ കാശില്ലാത്തതിനെ കിട്ടും. കാശോളം കയറിയിട്ട് അത് ചോദിക്കാൻ ചെല്ലുമ്പോ ഒന്നില്ലെങ്കിൽ ഒരു അമ്പാരിയുടെ ഭാര്യയായിട്ട്, ഇല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ ഭാര്യയായിട്ട്. റേട്ടിന്റെ സാധനം സംസാരിക്കുന്നത് എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കില്ല. നമ്മള് പള്ളിന്റെ മുന്നിൽ എടാ പരമാറി നീ ആരാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് തോന്നുക ട്രാൻസ്ഫർ നീ ഉണ്ടാക്കാൻ പറയാം. അതിന് ഞാൻ മാത്രം വന്നിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങളും കൂടെ പറയണ്ട. ഞാൻ വന്നിട്ട് എന്തൊക്കെ ഹൻസി റിൻസി ഇഷ്ടമാണ് എനിക്ക്. റിൻസി കാണാൻ വേണ്ടി മാത്രം. മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം, മുൻകൊടുക്കാൻ അറിയാം. P.K. രാമദാസിന്റെ മകൻ ജിതിൻ രാമദാസ് കഴിഞ്ഞ ഓണത്തിന് കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈ അറുത്തപ്പോ என்ன சார் ஒரு பெரியவரு நான் சாதாரணமான போலீஸ்காரு ஒரு கடிச்சிருச்சுனா இது பிரிட்ஜ் ஹுக்கம் டைகர் கா ஹுக்கம் இது நாதா ரூல் இப்படிப்பட்ட ஒரு ஃப்ரெண்ட் இருக்கும்போது எப்படி டென்ஷன் கட்டுற? எப்படி எப்படி யோசிக்க வைக்கிறேன்? ரிலாக்ஸ் இனிமே எஸ் சார் ஓகே சார் முடிஞ்சிட்டுனா என்ன கொண்டுட்டு இந்த காசு எடுத்து 2 நிமிஷம் டைம் கொடுக்குறேன். ஆரம்பிக்கலாமலா? வேகங்கள் சொல்லும் வார்த்தையில தெரியும். Violence, violence, violence. I don't like, but somewhere. ஏய் சலோ லாப்பியோட கண்ணா என்ன என்ன பண்ணுற அடியா കാശ്മീരിൽ ഒരു നഗരല്ലടാ, ഫയലാണ്, താഴ്പ്പില്ലടാ. നീ ചെയ്തത് തെറ്റ്. ഇത് സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചവന്റെ കൈ വിരലുകൾ മലയാള സിനിമയില് ഞാനും ദേവരാജൻ മാഷും ചേർന്നിട്ട് My life between 22 years for 24 years. Thank God. Thanks to all. ഇവിടെ വലിയൊരു അഭിമാന നിമിഷമാണ്. ഇത്രയും യുവാക്കൾ കൂടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഏതൊരു കലാകാരനെയും ഇങ്ങനെ നിർത്തുന്നത് ഓരോരുത്തരും നിങ്ങളാണ്. 1 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്. അതുകൊണ്ട് ഇന്ന് തന്ന ഈ വലിയ സ്നേഹത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളാണ് താരം. നേരൻ ഇപ്പോൾ കണ്ടതിനെ കുറിച്ച് 2 വാക്ക്. നമ്മൾ സമ്മതിച്ചിരിക്കും. എത്രയോ ഇങ്ങനെ എൻ്റെ മിമിക്രി എത്രയോ കണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഇത്രയും പേരുടെ അത് ഇത്രയും സമയത്തിനുള്ളിൽ. ഞാൻ സതീഷിനെ നോട്ട് ചെയ്യുമായിരുന്നു. ഓരോ ആക്ടറുടെ പിക്ചർ വരുമ്പോഴും സതീഷിൻ്റെ ബോഡി ലാംഗ്വേജ് മാറുന്നു, സതീഷിൻ്റെ ദ വേ യു പെർഫോം, ആറ്റിറ്റ്യൂഡ് മാറുന്നു, ഓഫ് കോഴ്സ് ശബ്ദം. സോ ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. മീര അതായത് ഓരോ വ്യക്തിയും ദൈവം എത്ര വ്യത്യസ്തമായിട്ടാണ്, ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു ടാലൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന്. ആൻഡ് 100 പേരിൽ കൂടുതൽ ഇപ്പം ചെയ്തല്ലേ, ഭയങ്കര ഗോഡ്സ് ഗ്രേസും തീർച്ചയായിട്ടും വലിയ നല്ലൊരു കൈയടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. കാണാൻ പോകരുത് രഞ്ജൻ. അപ്പം നമുക്കിനി സിനിമയുടെ മൂവി പ്രൊമോഷനിലേക്ക് പോവാണ്. നമ്മുടെ സിനിമയുടെ പേര് ക്യൂൻ എലിസബത്ത്. ആ സിനിമയുടെ ഒരു സോങ് നമുക്ക് കേട്ടാലോ? റെഡിയല്ലേ? ഒരു സോങ് നമുക്ക് പ്ലേ ചെയ്യാം. ഇനി നമ്മുടെ സിനിമയിലേക്ക് നേരെ പോവാണ്. റെഡിയല്ലേ? രഞ്ജൻ മ്യൂസിക് നൽകിയ അതിമനോഹരമായ ഒരു സോങ്.
എങ്ങനെയുണ്ടെന്ന് മറുപടി ഇല്ലേ? അപ്പൊ സിനിമ കാണുവോ? അതിനൊരു എനർജി. സിനിമ കാണുവോ? എന്നാണ് റിലീസ് എന്നറിയോ? അറിയില്ല. 29-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് വെച്ചിരിക്കുന്നത്. അത് പ്രൊഡ്യൂസറിനോടൊന്നും ചോദിച്ചേക്കാല്ല, അല്ലെങ്കിൽ 29-ാം തീയതിയാണ് നമ്മള് സിനിമ റിലീസ്. എല്ലാവരും നിങ്ങൾ സിനിമ കാണുമോ? ഓക്കെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പപ്പേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കോളേജ് ക്യാമ്പസിൽ ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ കൂടെ രഞ്ജനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 10ാം വളവ് എന്ന് ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നിരുന്നു. നിങ്ങളെല്ലാവരും വളരെ ഹൃദ്യമായി വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. ആ സ്നേഹം സന്തോഷം ഇപ്പോൾ 2ാമത് ഞാൻ ഒരിക്കൽ കൂടെ അനുഭവിക്കുന്നു. ഈ വരുന്ന 29-ന് ഞങ്ങളുടെ ക്യൂൻ എലിസബത്ത് എന്ന സിനിമ റിലീസ് ചെയ്യുകയാണ്. ഞാനൊരു വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം മലയാളത്തിലെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താര ജോഡികളെ പ്രധാന കഥാപാത്രങ്ങളായിക്കൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. തീർച്ചയായും കേരളത്തിലെ പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ്. ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു വെൽക്കം ഡാൻസിൽ നിന്നും ഈ താര ജോഡികളെ നിങ്ങൾ എത്രത്തോളം മനസ്സിനകത്ത് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും ഈ സ്നേഹം സിനിമ റിലീസാകുമ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സിനിമ രൂപം കൊള്ളുന്നത് എപ്പോഴും അതിൻ്റെ കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ആദ്യം വരേണ്ടത് അതിൻ്റെ തിരക്കഥാകൃത്ത് തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരനുമായ അർജുനെ ക്ഷണിക്കുന്നു. ഈ അർജുനെ കുറിച്ച് പറയുമ്പോൾ 2 സൂപ്പർ ഹിറ്റ് സിനിമകളാണ് നമുക്ക് തന്നത്. ഒന്ന് രക്ഷാധികാരി ബൈജു, അതോടൊപ്പം തന്നെ സന്തോഷം എന്ന സിനിമ. 2 സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹമാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. നല്ലൊരു കൈയടി. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോളേജ് പരിപാടിയുടെ പ്രൊമോഷന് വേണ്ടി പോകുന്നത്. അതെയോ? ഇതുവരെ പോയിട്ടില്ല? വന്നപ്പോൾ എങ്ങനെ തോന്നി? വന്നപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. നമ്മുടെ പെൺപിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ആ ഡാൻസ് പരിപാടി. നമ്മുടെ ആൺപിള്ളേരോ? ആൺപിള്ളേർ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പപ്പേട്ടൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണർ, അതായത് പപ്പേട്ടൻ കൂടുതലും ഡ്രാമ, റിവെഞ്ച്, ത്രില്ലർ, ആ ടൈപ്പ് ജോണർ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക് കോമഡി, ഡ്രാമ, ഫാമിലി, ഈ ഒരു കാറ്റഗറിയിൽ നിർത്താൻ പറ്റിയ ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ മീരി ചേച്ചിയുടെയും നരേൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെയധികം സന്തോഷം. സ്കൂൾ ടൈം തൊട്ടേ നമ്മൾ അച്ഛൻ്റെ അമ്മയൊക്കെ കണ്ട് ഇത് വളർന്നതാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഇഷ്യൂവിനെ വളരെ ഹ്യൂമറായിട്ട്, വളരെ ലൈറ്റ് ഹ്യൂമറായിട്ട്, അതായത് ഭയങ്കര പൊട്ടിച്ചിരിയല്ല, ഭയങ്കര ലൈറ്റ് ഹ്യൂമറായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ കുറച്ച് സറ്റയർ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ കയറി പോകുന്ന അങ്ങനെ വരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇത് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആയ രഞ്ജിത്തേട്ടൻ ഒറ്റ തവണ കഥ കേട്ടുള്ളൂ. അപ്പം തന്നെ ഇത് നമുക്ക് പപ്പേട്ടനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് പപ്പേട്ടൻ്റെ ഒരു ജോണറല്ല, ഇത് പറ്റില്ല, നടക്കില്ല. കാരണം പപ്പേട്ടൻ കുറച്ചുകൂടെ ഡ്രാമയുടെ ഒക്കെ ഒരാളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ റെസ്പോൺസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ റൊമാൻറ്റിക് കോമഡി ചെയ്യും. എന്തായാലും അത് സിനിമ എല്ലാ വർക്കും കഴിഞ്ഞത് കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത്യാവശ്യം ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ ഈ സിനിമ ഫാമിലി ആയിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ സജസ്റ്റ് ചെയ്യണം. ഉറപ്പായിട്ട് 29-ാം തീയതി നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് കാണും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഇനി നമുക്ക് എൻ്റെ പ്രൊഡ്യൂസർ 4-5 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത്, വെള്ളം സിനിമ ചെയ്തു, അത്ര അപ്പൻ സിനിമ ചെയ്തു, അതോടൊപ്പം തന്നെ പടച്ചോനെ നിങ്ങൾ കാത്തോളി സിനിമ ചെയ്തു. ഇപ്പൊ ക്യൂൻ എലിസബത്തിലേക്കൊക്കെയാണ്. പ്ലീസ്, ഇദ്ദേഹത്തിന്റെ സഹോദരമാണ് ശ്രീറാം എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ദുബായിലാണ് അദ്ദേഹം ഉള്ളത്. അടുത്ത ദിവസം തന്നെ ഇവിടെ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ശ്രീറാമിന്റെ സഹോദരൻ കൂടെ രഞ്ജിത്ത്, ഒരു നടൻ കൂടിയാണ്. കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മതി. അല്ലേ? അതല്ലേ വേണ്ടത്? എങ്ങനെയാണ്? ഇനി ക്യൂൻ എലിസബത്ത് കാണട്ടെ, അതല്ലേ ചെയ്യണ്ടേ? ഓക്കെ അല്ലേ?
പൈസ മുടക്കിയ പ്രൊഡ്യൂസറിനെ പറയാൻ പറ്റും ഒന്ന് കാണണേന്ന്. കേട്ടില്ലേ? കാണില്ലേ? കാണും. ഇതൊരു നല്ലൊരു മൂവിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറുമാണ്. പിന്നെ റോംകോം ഇവർ തമ്മിലുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്ന സംഗതിയാണ്. സോ എന്തായാലും ഇതൊരു എന്റർടൈൻമെന്റ്, നന്നായിട്ട് നല്ല മൂവി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ. നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഇനി ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇതിനു മുമ്പ് നമ്മുടെ ഇതേ കോളേജിൽ വന്നു പോയിട്ട് നമ്മുടെ രഞ്ജൻ ചേട്ടൻ, നിങ്ങൾക്കറിയാലോ, ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് പാട്ട് പാടി ആളുകളെ മൊത്തം കയ്യിലെടുത്ത രഞ്ജൻ രാജ് പൊളിക്കാൻ കൂടാ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ക്യൂൻ എലിസബത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചതിൽ. ലാസ്റ്റ് ടൈമും പപ്പേട്ടൻ്റെ കൂടെ തന്നെയാണ് വന്നത് 10ാം വളവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ സിനിമ എനിക്ക് വളരെ പ്രത്യേകതയുള്ള സിനിമയാണ്. കാരണം പപ്പേട്ടൻ്റെ കൂടെ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് പപ്പേട്ടനാണ്, ജോസഫ് എന്ന സിനിമയിലൂടെ. അപ്പം അതിലും വലിയൊരു എൻട്രി ഒരു മ്യൂസിക് ഡയറക്ടറെ കിട്ടാനില്ല. അത്രയും നല്ലൊരു എൻട്രിയാണ് പപ്പേട്ടൻ എനിക്ക് തന്നത് ജോസഫ് എന്ന സിനിമയിൽ കൂടെ. അപ്പോൾ ബാക്കി എല്ലാ സിനിമകളുണ്ടായതും ബാക്കി എല്ലാം ഉണ്ടായതും ജോസഫിലൂടെയാണ്. അപ്പോൾ പപ്പേട്ടൻ്റെ കൂടെ 10ാം വളവിലും വർക്ക് ചെയ്തു. അഗെയിൻ ഇപ്പോൾ ക്വീൻ എലിസബത്ത്. അപ്പോൾ ജോസഫും 10ാം വളവും കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് കണക്റ്റഡ് അല്ലാത്തൊരു ജോണറാണ് ക്വീൻ എലിസബത്ത്. ഇത് കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെയും പോലെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന താര ജോഡിയാണ് നരേൻ ചേട്ടനും മീരയും. ഈ പറഞ്ഞ പോലെ കോളേജ് സമയത്തൊക്കെ എൻ്റെ ക്രഷ് തന്നെയായിരുന്നു മീര. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ മീരയുടെ മൂവി, നരേൻ ചേട്ടൻ അതുപോലെ ലാസ്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്ത യുഗി എന്ന് പറഞ്ഞ മൂവി, അതിലെ പേസും മഴി എന്ന് പറഞ്ഞ സോങ് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് റീസെൻ്റ്ലി. ആ പാട്ടും നരേൻ ചേട്ടൻ എന്നോട് പറയുന്നത് ഈ പാട്ട് ഹിറ്റാവും എന്ന് ആദ്യമായിട്ട് പറയുന്നത്. അതേപോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ്, ഞാൻ സാധാരണ ചെയ്യുന്ന പാട്ടുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തപ്പെട്ട് ചെയ്യാൻ പറ്റിയ പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. 29th ഈ പടം റിലീസാവും. താങ്ക് യു അർജുൻ, രഞ്ജിത്തേട്ട, താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ശ്രീറാമിനോടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. ഹൈദരക്ക താങ്ക് യു. നിങ്ങളെല്ലാവരോടും താങ്ക്സ് അറിയിക്കുന്നു. പടം ഇറങ്ങുമ്പോൾ കാണുക, പാട്ടുകൾ പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ മാക്സിമം റീൽസൊക്കെ ചെയ്യുക. പാടുന്ന പിള്ളേരെല്ലാവരും പാടിയിടുക. ഞാൻ പാടാം, പക്ഷെ എൻ്റെ വെള്ളി ഉറപ്പാണ്. നല്ല ഈ സിനിമയിൽ അഴകെന്തിനാന്നുള്ള ഒരു വരിയുണ്ട്, അത് ഗംഭീര വരി. അതൊന്ന് പാടും നമ്മുടെ സിനിമ അഴകെന്തിന. ഞാൻ പാടേ ഉള്ളൂ, ഞാൻ പാടുന്നില്ല. അതെന്തായാലും പാടിയിട്ടുണ്ട്. കണ്ണിൽ നോക്കില്ലേ ഇഷ്ടം ചൊല്ലാനോ കൊന്നെത്തുമ്പോ കണ്ണടയ്ക്കുന്നെന്തേ വല്ലാതെ മഴനീരോടും മഞ്ഞോടും മിണ്ടാറില്ലെന്നോ ഒരു മുന്നാടി തീരുന്നു വെള്ളിലാവിൽ മുങ്ങുമ്പോഴും മാറിവില്ലോ മൂടുമ്പോഴും ഉള്ളൊരുക്കം തന്നെ താരേ ചില്ലുവേനൽ കണ്ണിട്ടാലും ചില്ലുവേനൽ കൈതൊട്ടാലും റാണിപ്പൂവല്ലേ. മീര നമ്മുടെ റാണിപ്പൂവ് തന്നെയാണ്. ഈ പാട്ട് ഇപ്പോൾ പോപ്പുലറായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പാടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ പോകുന്നു. നമ്മളാക്കി മറ്റേ ജോസഫിലെ 2 ലൈൻ പ്ലീസ്. ആ ജോസഫിനെ 2 ലൈൻ പ്ലീസ്. അതാണല്ലോ നമ്മളാക്കി മാറ്റിയത്. തീർച്ചയായിട്ടും പൂമത്തോളന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. മഴയായി പെയ്തടി മണിത്തെ കൺമണി മാറത്തൂരോളം മഴയെല്ലാം വീണായി കൊണ്ടടി മാറത്തൂരം മഴവില്ലായി വളരേണം
പൂളെ ഞാൻ മഴയായി പെയ്തടി ഇടരല്ലേ മണി മാറത്തൂറക്കാനോളം കടലെല്ലാം വെയിലായി കൊണ്ടടി മാറത്തൂറ മഴവെള്ളം വളരേണം അടിപൊളി അടിപൊളി, നന്നായിട്ട് ചെയ്തു. ഇനി നമ്മൾക്ക് കേൾക്കാനുള്ള രണ്ട് പേരുടെ വാക്കുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരജോഡികളായ മീരയും ഞാനും റെഡിയായിരിക്കുകയാണ്. രണ്ടുപേരോടിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ ചോദിച്ചറിയാം. അതിനു മുമ്പ് സിനിമയെ കുറിച്ച്, ഈ സിനിമയിലേക്ക് എത്തിയ ഒരു സാഹചര്യം പ്ലീസ് മീരമ്മ. ഈ സിനിമയിലേക്ക് എത്തിയത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സിനിമ ചെയ്യാമെന്ന് തോന്നാനുള്ള കാരണം? കഥ കേട്ടത് ആക്ച്വലി എൻ്റെ സിസ്റ്ററാണ് ആദ്യമായിട്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് കേട്ടു, അത് തീർച്ചയായിട്ടും ചെയ്യണം. കുറച്ചൊക്കെ കൊച്ചിൻ്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. കുറച്ച് ബിക്കോസ് കുറച്ച് എന്താ പറയുക, സ്ട്രിക്റ്റും റുട്ടീൻസ് ഒക്കെ ഉള്ള ഒരു ലേഡി. ഐ മീൻ ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്, വേറെ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് നന്നായി ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ ഫുൾ പത്മകുമാർ സാർ സൂം കോൾ ചെയ്തു, അർജുനും ഉണ്ടായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നരേൻ ഉണ്ടെന്ന് പറഞ്ഞു. നരേൻ പത്മകുമാർ സാറ് ഹ്യൂജ് റെസ്പെക്ട്, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ. നരേൻ എൻ്റെ വെരി ഗുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുപാട് നല്ല സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സോ നരേൻ്റെ കൂടെ അത് ഈ സിനിമ കമ്മിറ്റ് ചെയ്തതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്ക് ദുബായിൽ വെച്ചൊക്കെ ഒന്ന് മീറ്റ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ ഒന്ന് പുതുക്കി. പക്ഷേ ഈ ഒരു സിനിമ വരുന്നുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം നരേൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഫ്രണ്ട്സ് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു സെൻസിൽ അപ്പോൾ എല്ലാം നന്നായി വന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് അവർ നല്ല സിനിമ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, വെള്ളം, അപ്പനൊക്കെ. അങ്ങനെയാണ് ഈ പടം കമ്മിറ്റ് ചെയ്തത്. ഇത് വളരെ ഒരു തമാശയുള്ളൊരു സിനിമയാണ്, തമാശയും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ്. ഇതാണ് സിനിമയെ കുറിച്ച്. ഇനി മീരയോട് കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ ഇപ്പോഴേ സൗണ്ട് കളയാണ്ടല്ലോ നമുക്ക്. നരൻ ഈ സിനിമയിലേക്ക് എത്തിയ ഇപ്പം പറഞ്ഞല്ലോ, നരനാന്ന് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് മീര നിങ്ങളുടെ താരജോഡി വീണ്ടും ഒന്നിക്കുകയാണ്. കേരളത്തിലെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ, ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ താരജോഡി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. ശരിക്കും അതിനു മുമ്പൊരു കാര്യം, എന്തായാലും മൈക്ക് തന്ന സ്ഥിതിക്ക് ഞാനിവിടെ വരുന്ന വഴി പ്രൊഡ്യൂസർ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഗേൾസ് ആണ് കൂടുതലെന്ന് പറഞ്ഞു. ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീരയുടെ മുഖത്ത് നോക്കിയപ്പോൾ മീരയുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടി, എൻ്റെ മുഖം ഒന്ന് കുറച്ചുകൂടി ഒന്ന് പുഞ്ചിരി കൂടി. എനിവേസ്, ഹാപ്പി ടു ബി ഹിയർ. ആക്ച്വലി പ്രത്യേകിച്ച് ഡെന്റൽ കോളേജിലൊക്കെ എത്തണമെങ്കിൽ it's not you need brains, so it's combination of brains and beauty. And to all the handsome guys, the brains are with you also. എന്തായാലും സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞു. എനിവേസ്, നമുക്ക് പിന്നെ വിൽ ടോക്ക് അഗെയിൻ. സോ ആക്ച്വലി ഇതൊരു പ്രൊഡ്യൂസർ ശ്രീരാമാണ് ആദ്യം വിളിക്കുന്നത്. അപ്പം ഞാൻ ഈയിടെ കുറച്ച് തമിഴ് സിനിമകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ മലയാളത്തിൽ ലീഡ് റോൾ ചെയ്തിട്ട് കുറച്ച് കാലമായിരുന്നു. അവസാനം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വന്നത് 2018 ഓഫ് കോഴ്സ് ദാറ്റ്സ് എ മൾട്ടി സ്റ്റാർ. കറക്റ്റായിട്ടൊരു വീണ്ടും ഒരു ലീഡ് റോൾ ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എൻ ഇമ്പാക്റ്റ്ഫുൾ ഫിലിം. അതിനുവേണ്ടി കഴിഞ്ഞ ആക്ച്വലി 1-2 വർഷങ്ങളായിട്ട് ഐ ബീൻ ഹിയറിംഗ് സ്ക്രിപ്റ്റ്. അപ്പോഴാണ് ശ്രീരാം ഈ പടത്തെക്കുറിച്ച് പറയുന്നത്. ക്വീൻ എലിസബത്ത് എന്ന് പറഞ്ഞ ടൈറ്റിലും പറഞ്ഞു, കഥ പറയുന്ന ത്രെഡ് പറഞ്ഞ ഉടനെ ആദ്യം പറഞ്ഞ പോയിന്റ് മെയിൻലി പപ്പേട്ടനാണ് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ കോൺഫിഡൻ്റ് ആയി എനിക്ക്. പിന്നെ ഒരു അഡീഷണൽ അട്രാക്ഷൻ
മീര ജാസ്മിനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഡെഡ് ഓൺ ഷുവർ. കാരണം ഒരുപക്ഷെ ഓഫ് കോഴ്സ് വീണ്ടും ഒരു ലീഡ് റോളായിട്ട് ചെയ്യണമെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് പെയർ ഫോർ മീ. കാരണം എവിടെ ചെന്നാലും ശരി എല്ലാവരും അച്ചുവിൻ്റെ അമ്മ പോലത്തെ ഒരു സിനിമ ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം സ്ഥിരം കേൾക്കുന്നതാണ്. സത്യമായിട്ടും ഈ സിനിമയ്ക്ക് അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരുപക്ഷെ നമ്മൾക്ക് കിട്ടുന്ന പടങ്ങൾ പലതും അങ്ങനെയുണ്ട് അല്ലേ. ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ് ബട്ട് ദർ ഇസ് എ ലവ് ആൻഡ് യെറ്റ് ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു കെമിസ്ട്രിയിലൂടെ പോകുന്ന ഒരു സിനിമ കൂടിയാണ് ക്വീൻ എലിസബത്ത്. സോ ഫോർ മീ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ലൈക്ക് ഓൾ ഓഫ് us. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും സിനിമ കാണണം, സിനിമ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഇനി നമുക്ക് ഇൻട്രാക്ഷൻ സെക്ഷനാണ്. ഞാനെൻ്റെ അടുത്തും മീരയോടൊത്തും ഈ ഇരിക്കുന്ന എല്ലാവരോടും നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ആദ്യം ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. എൻ്റെ ചോദ്യം ആകുമ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. മീര നേരത്തെ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള താരജോഡി പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിലുള്ള താരജോഡി പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ്. ക്വീൻ എലിസബത്തിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞൊരു തമാശ ഓർമ്മ വരുന്നുണ്ടോ? ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെ അത് പറയരുത്. കിട്ടി എനിക്കൊരു ട്രോളി ചോദിച്ചു വാങ്ങി, അതൊരിക്കലും പറയല്ല. പുറത്ത് പറയാൻ പറ്റുന്ന ഞങ്ങൾ അച്ഛൻ്റെ അമ്മയിൽ ചെയ്ത അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സിനിമ. നിങ്ങളൊക്കെ അപ്പൊ എത്ര വയസ്സുണ്ടായിരിക്കും അച്ഛൻ്റെ അമ്മ ചെയ്യുമ്പോൾ? ഇവർക്കൊന്നും വലിയ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും ബേബീസാ. സോ ആ ഷൂട്ടിന്റെ ഓർമ്മകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത സീൻസ് ഒക്കെ ഇങ്ങനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ പറയുമായിരുന്നു മീരയുടെ അടുത്ത്. മീരയ്ക്ക് അത് അന്ന് അറിയുമോയെന്ന് എനിക്കറിയില്ല. മീര അച്ഛൻ്റെ അമ്മയുടെ സെറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ഒരു ന്യൂ കമ്പറാണ്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഫോർ ദ പീപ്പിളിന് ശേഷം. ഉർവശി ചേച്ചിയുണ്ട്, മീര ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു സീൻ തുടങ്ങി. ഉർവശി ചേച്ചിയും മീര ജാസ്മിൻ ഭയങ്കരമായി പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യൻ സാർ എന്നെ വിളിച്ചു. താൻ എന്താ നോക്കണമെന്ന് ചോദിച്ചു. അല്ല സാർ, അവരുടെ അതേ അപ്പുറത്ത് മീര ജാസ്മിനും ഉർവശിയുമാണ്, ഇപ്പുറത്ത് താൻ ഒറ്റയ്ക്കാണ്, താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. സാർ അല്ലെങ്കിൽ ഒരു ടെൻഷനിലാണ്. താൻ പേടിക്കണ്ട, തൻ്റെ കൂടെ ഞാനുണ്ട്. സോ അതായിരുന്നു ഷെയറിങ്. ഇപ്പോൾ ഫോർ മീ, കാരണം ഇവരൊക്കെ ഓൾറെഡി ദേ ഹാഡ് പ്രൂവ്ഡ് ദെംസെൽസ്. മീരയ്ക്ക് അപ്പോഴേക്കും യു ഹാഡ് ഓൾറെഡി വൺ ദ നാഷണൽ അവാർഡ് അല്ലേ, ഓൾറെഡി വൺ. അപ്പോൾ ആൻഡ് ഉർവശി ചേച്ചി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് വി ഓൾവേസ് ഹാഡ്. സോ ഒരു കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ സത്യൻ സാർ എന്നുള്ളൊരു കോൺഫിഡൻസ് തന്ന കാര്യം. അപ്പം അങ്ങനെ കുറേ അവിടെ നിന്നായിരുന്നു തുടക്കം. പിന്നീട് ഉള്ള പല കാര്യങ്ങളും ഇറ്റ്സ് ബിറ്റ്വീൻ us. ഒരുപാടുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ഷെയർ ചെയ്യുന്നില്ലേ? നിങ്ങൾ ആരോട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്? ഫ്രണ്ട്സിനോടാണോ അതോ സിബ്ലിങ്സിനോടാണോ? ഫ്രണ്ട്സ് അല്ലേ. സോ ഫ്രണ്ട്സിനോടാണ് നമ്മൾ കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്യാനൊരു നമുക്ക് ധൈര്യം വരുന്നത്. നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല അല്ലേ? സോ അങ്ങനെ ഒരു നല്ലൊരു ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എപ്പോഴും എനിക്ക് നരേന് നല്ലത് വരണമെന്നും നരേൻ എനിക്ക് നന്മ വരണമെന്നും ആഗ്രഹിക്കുന്നു. പിന്നെ രഞ്ജിൻ പറഞ്ഞു രഞ്ജിൻ്റെ ക്രഷ് ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അത് പറഞ്ഞായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് മീര വന്നതാണ്. അപ്പോൾ ആ ക്രഷ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പലവരും പറയാറുണ്ട് മീരയായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് മീരേനെ. ആക്ച്വലി ഐ ഫീൽ ഇൻഫാക്ച്വേറ്റഡ് എന്നൊക്കെ പലവരും ഭയങ്കര ക്രഷാണ്, എപ്പോഴെങ്കിലും പറയണമെന്നൊക്കെ. അപ്പം ഞാൻ മനസ്സിലായി, ഞാൻ തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ദെൻ ദ ക്രഷ് ഡെവലപ്ഡ് ഇൻടു എ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ നിലനിൽക്കട്ടെ. ഇനിയും നിങ്ങൾ ഒത്തിരി ഒത്തിരി സിനിമ ചെയ്യാനുള്ള ഭാഗ്യം, ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യവും തരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇനി അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മീര പറഞ്ഞു ഇവിടെ മൊത്തം പെൺകുട്ടികളാണ്. മീരയുടെ കണ്ണ് ഒന്ന് ഒരു സ്മൈല് കുറഞ്ഞു. എന്നാ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അതിനെ വെറുതെ വെക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഞാനിവിടെ വന്നപ്പം നിങ്ങൾ എത്ര അതിസുന്ദരികളായ ഗേൾസ് ആണ്.
എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സ് ഓർമ്മ വന്നു. സ്കൂൾ ഡേയ്സ് ബിക്കോസ് ഞാൻ ഫർദർ എൻ്റെ സ്റ്റഡീസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഗ്രാജുവേഷൻ. അപ്പോൾ എനിക്കിത് നിങ്ങൾ ഈ ഡാൻസും പാട്ടൊക്കെ ചെയ്യുമ്പം എനിക്കെപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്കൂൾ ലൈഫാണ്. എൻ്റെ കൂട്ടുകാരും ഒപ്പം ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ പഠിത്തത്തിലും നമ്പർ 1, ഡാൻസ് കളിക്കാനും നമ്പർ 1, മ്യൂസിക് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ പാടുന്നു. ആൻഡ് ഓൾസോ യു ആർ ഓൾ വെരി ബ്യൂട്ടിഫുൾ. നൈസ് ടു സീ ഓൾ യുവർ സ്മൈലിംഗ് ബ്യൂട്ടിഫുൾ ഫേസസ്, ഗോർജിയസ് ഗേൾസ്. ആൻഡ് ആ ഒരു എനർജി അമേസിങ്. അത് പറയാൻ വേണ്ടിയാണ്. അത് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഗേൾസാന്ന് പറഞ്ഞപ്പം നല്ലൊരു ഹാപ്പിയായി മീര വന്നിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പം ഇവിടെ നമ്മുടെ MD സിയാർ ഡോക്ടർ അവിടെ നിന്ന് ചിരി, ഞങ്ങളെപ്പോലുള്ള നല്ല സുന്ദരമായ ആണുങ്ങളുണ്ടെന്ന് സിയാർ ഡോക്ടർ അവിടെ നിന്ന് ചിരിക്കണേ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. നമ്മളെ ചിറ്റിക്കുന്നത് ഈ കോളേജിന്റെ MD ആണ്. ഈ പ്രോഗ്രാമെല്ലാം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ കുട്ടികളോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് സിയാർ ഡോക്ടറിന് കൈയ്യടി കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് ഇനി ചോദ്യോത്തര സെക്ഷൻ, നമ്മുടെ ചെയർപേഴ്സൺ അവിടെ ഇങ്ങോട്ട് വരൂ. ഇതാണ്ട് ഈ കോളേജിൽ ഇത്രയും കുട്ടികളെ നയിക്കുന്നത് ഈ കുട്ടിയാണ് കേട്ടോ. അവിടെ എന്താ കൈയ്യടി കണ്ടില്ലേ, എന്താ വൈബ്, അടിപൊളിയല്ലേ. ഇയാൾ ഡാൻസ് ചെയ്തു? ഡാൻസ് ചെയ്തു. ഹായ് സർ, അടിപൊളിയായി ഡാൻസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് മെയിനായിട്ട് സാറിൻ്റെ നമുക്ക് ചെയ്തേക്കുന്ന പേഴ്സായിട്ട് ചെയ്തേക്കുന്ന എല്ലാ മൂവീസും നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് സാറിനോടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2018 മൂവി ചെയ്തപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് സാറിന് തോന്നിയ സീൻ ഏതായിരുന്നു? 2018 ഒന്നാമത് സിനിമ മൊത്തം നമ്മൾ മഴയത്ത് നനഞ്ഞ് ഈ റെയിൻ ഇഫക്റ്റും വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നുള്ള പരിപാടികളായിരുന്നല്ലോ. വെരി ഡിഫിക്കൽട്ട് ഷൂട്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫിലിം തുടങ്ങുമ്പോൾ ഇൻട്രഡക്ഷൻ ഉണ്ട്, ഞങ്ങളുടെ ഇൻട്രഡക്ഷൻ. അത് ശരിക്കും നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേവ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഓരോ സമയത്തും ഞാൻ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ബോട്ട് നമ്മൾ പിടിച്ചു നിൽക്കും. പിന്നെ ഓപ്പോസിറ്റുള്ള ബോട്ടിൽ അവർക്ക് ജീവനക്കാർക്ക് നമ്മൾ ബോട്ടിൽ എറിഞ്ഞു കൊടുക്കുന്ന സീനുണ്ടായിരുന്നു. അപ്പോൾ ആ സീക്വൻസ് മൊത്തം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ വേവ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരു 10-20 അടി ഹൈറ്റിൽ നിന്ന് വെള്ളം വന്ന് തെറിച്ചു. ഇത് തെറിച്ച് വീഴുന്നത് നമ്മുടെ മേത്തേക്കാണ്. ഓരോ തവണ വെള്ളം തെറിക്കുമ്പോഴും ഞാൻ ആ ബോട്ടിൽ നിന്ന് പലതവണ തെറിച്ച് പുറത്തേക്ക് വീണിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മളിങ്ങനെ ശക്തമായി പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പലതവണ വീണു, നെറ്റിമുട്ടുന്നു, കാല് മുട്ടുന്നു. ഇവിടെ എനിക്ക് ചെറുതായിട്ടൊരു ടയറുണ്ടായി. ഞാൻ കാസ്റ്റ് ഇട്ടിട്ടാണ് പടം മൊത്തം അഭിനയിച്ചത്. ഷോട്ടിന് മാത്രം ഞാനത് റിമൂവ് ചെയ്തു. ദാറ്റ് വാസ് വെരി ചാലഞ്ചിങ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയാണ്. നമ്മളെക്കാട്ടിലും സ്ട്രെയിൻ എടുത്തിട്ടുള്ള നമ്മുടെ സംവിധായകരും പ്രൊഡക്ഷൻ പീപ്പിളും ക്യാമറമാന്മാരും ആർട്ടും ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഹൈയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആ സീനായിരുന്നു, അതിൻ്റെ ഇൻട്രഡക്ഷൻ സീൻ വാസ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. താങ്ക് യു സോ മച്ച്. ഓക്കെയാണോ? ഇനി അടുത്ത ചോദ്യം ചോദിക്കാൻ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കൈപൊക്കിക്കാൻ ആദ്യമേ. അടിപൊളി. ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞ് പേരും പറഞ്ഞു. ഹായ് സർ. ഹായ് മാം. എൻ്റെ പേര് നന്ദന. നന്ദന. ഓക്കെ സർ. എനിക്ക് രണ്ടുപേരോടും കൂടെ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം സാറിൻ്റെ 2018 ആണെങ്കിലും മാമിൻ്റെ മകൾ എന്ന് പറയുന്ന മൂവി ആണെങ്കിലും ഒരു ലോങ് ബ്രേക്കിന് ശേഷം നിങ്ങൾ വന്നിട്ടുള്ള മലയാളം മൂവീസാണ്. സോ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ബ്രേക്ക്? So how would I describe you would answer the രണ്ടുപേരോടും. Okay. So how would I describe myself? Like തിരിച്ചു വന്നതിൻ്റെ I was actually സത്യനങ്ങളാണല്ലോ മകൾ ഡയറക്റ്റ്. അപ്പം എനിക്ക് സത്യനങ്ങളുമായിട്ടൊരു ഒരുപാട് സിനിമകൾ ചെയ്തൊരു ഫാമിലി റിലേഷൻഷിപ്പാണ്. ഒരു കുടുംബം പോലെ സത്യനേക്കാൾ. ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ എനിക്ക് ഓൺ ഫാമിലിയെ പോലെ. അപ്പോൾ സത്യനങ്ങളുടെ പടമായതുകൊണ്ട് ആ കംഫർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു, മീര നമുക്ക് ഇങ്ങനെ ഒരു പടം കൊണ്ട് ചെയ്യണം. മീര ടെൻഷൻ കഴിക്കണ്ട, നമ്മുടെ കുടുംബമല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങളുടെ എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്, എൻജോയ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അങ്കിളായതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നെർവസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ വാസ് അവേ ഫോർ എ ലോങ് ടൈം. അപ്പം ഐ എം ഓൾവേസ് നെർവസ്. എനിക്ക് എപ്പോഴും ഉണ്ട് നെർവസ്നെസ്.
എനിക്കൊരു സിനിമ ചെയ്യുമ്പം Yes, I know that. takes a while to settle. ആ നെർവസ്നെസ് പോയി കിട്ടാൻ ഭയങ്കര ടെൻഷനാണ്, നിങ്ങൾ വിചാരിക്കുന്നൊന്നുമല്ല. പക്ഷേ വൺസ് അതിലോട്ട് ആയിക്കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കര സ്മൂത്തായിട്ട് പോകും. പക്ഷെ ഇത് ഗ്യാപ്പിന് ശേഷം വന്നതായതുകൊണ്ട് യെസ് ഓഫ് കോഴ്സ് ഐ വാസ് വെരി നെർവസ്, ബട്ട് ദേ മേഡ് മീ ഫീൽ വെരി കംഫർട്ടബിൾ. ദെൻ ഇറ്റ്സ് ഓക്കെ. ആ 2018 ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐ ബീൻ വെയിറ്റിംഗ് ഫോർ സംതിങ് ഗുഡ്. അപ്പോൾ പ്രത്യേകിച്ച് 2018 ഇത്രയും വലിയൊരു ഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ വളരെ ഇമ്പോർട്ടൻസ് കൂടുകയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഫ്രം ബിഗിനിങ് ഐ ഹാവ് ദിസ്, നല്ലതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് ഡു മെനി ഫിലിംസ്, ഐ ഡു വെരി ഫ്യൂ ഫിലിംസ്. ഇറ്റ്സ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇപ്പോൾ നൗ റെസ്പോൺസിബിലിറ്റി ഈസ് മോർ, പാഷനേറ്റ് അബൌട്ട് ദ വർക്ക്. കാരണം ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത് ഫോർ ദ പീപ്പിൾ മുതൽ ഐ ഹവ് ബീൻ ഫോളോയിങ് ഇറ്റ്. അതുകൊണ്ട് പലപ്പോഴും ബ്രേക്കുകളാണ് കൂടുതൽ വരാറ്, വിച്ച് ഈസ് ഓക്കെ ഫോർ മീ ബിക്കോസ് ഐ ചോസ് ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഫോർ യു ഓൾസോ പാഷനേറ്റ്, ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് എനിത്തിങ്, നിങ്ങളിപ്പോൾ ഡെൻറ്റൽ പ്രൊഫഷനാണ്, വാട്ട് എവർ പ്രൊഫഷൻ ആൻഡ് ഫർദർ നിങ്ങളുടെ ലൈഫിൽ if you are passionate and if you are clear of what you want, then just follow your heart. അപ്പോൾ ഞാൻ ഈ ബ്രേക്കുകളൊക്കെ വരുമ്പോൾ പല ആക്ടേഴ്സും പല ഡയറക്ടേഴ്സും ദേ കീപ് ടെലിംഗ് മീ ഓർ പ്രൊഡ്യൂസേഴ്സും ദിസ് ഇസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി, യു ഹാവ് ടു കീപ് ഓൺ ഡൂയിങ്. നോട്ട് ദറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു, പക്ഷേ ഐ വുഡ് ലവ് ടു ഡു വാട്ട് ഐ വാണ്ട് ടു ഡു, യുനോ. അപ്പോൾ ദ മോർ യു ആർ പാഷനേറ്റ് ജസ്റ്റ് ഫോളോ യുവർ ഹാർട്ട്. അപ്പോൾ ഞാൻ ആ ഹാർട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഐ എം നോട്ട് യൂസിങ് ദ ഹെഡ് മച്ച്. അതിൻ്റേതായ issues are there in cinema, but as I told you, I chose it. ഇപ്പോഴത്തെ സ്റ്റേജിൽ I am looking this as something which I really enjoyed doing. ഇപ്പം ഞാൻ ആക്ച്വലി ക്വീൻ എലിസബത്തിൽ ഞാനും മീരയായിട്ടുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനും ഇതിലെൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് മല്ലിക ആൻറ്റിയാണ്, മല്ലിക സുമാരൻ, മല്ലിക ആൻറ്റിയാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. അത് ചെയ്യാൻ പറ്റിയൊരു അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. സോ വി റിയലി എൻജോയ് ഡൂയിങ് ദ ഫിലിം ലൈഫ്. ഐ തിങ്ക് സോ ദാറ്റ് മൊമെൻറ്റ്, ദോസ് മൊമെൻറ്റ്സ് ആൻഡ് ദാറ്റ് ഈസ് മോർ റിലവൻറ്റ് ഇൻ ലൈഫ്. സോ ഫോളോ യുവർ പാഷൻ ആൻഡ് കീപ് ഗോയിങ്, ദാറ്റ്സ് ഇറ്റ്. ആരാണ് അടുത്ത്? എൻ്റെ പേര് ആമിന. എൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്ടർ സാറിനോടാണ്. സാർ ചൂസ് ചെയ്യുന്ന എല്ലാ മൂവീസും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവീസാണ്. ഇങ്ങനെ ചൂസ് ചെയ്യാനുള്ള കാരണം? നമ്മളെപ്പോഴും ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്, ഒരുപാട് ആൾക്കാർ കഥകൾ പറയാറുണ്ട്, കഥകൾ കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഏതാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. കഴിയുന്നതും ഞാൻ ഇതിന് മുമ്പ് ചെയ്ത സിനിമയുടെ അതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ അതേ കഥയുടെ എന്തെങ്കിലും സാദൃശ്യമുള്ള സിനിമകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുതിയ കഥകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ കഥ കേൾക്കുമ്പോൾ അതൊരു സിനിമയായിട്ട് എനിക്ക് മനസ്സിൽ കാണാൻ പറ്റുന്ന കഥകളെ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് കഥകൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്ത കഥകൾ തന്നെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സർ. ഹലോ മാം. ഹലോ സർ. എൻ്റെ പേര് അനോൾ ജോസ്. എൻ്റെ ചോദ്യം, ക്വീൻ എലിസബത്ത് എന്നുള്ള പേര് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പേര് സജസ്റ്റ് ചെയ്തത് അതിൻ്റെ കഥാകൃത്തായ അർജുൻ തന്നെയാണ്. അർജുൻ പറയട്ടെ. അല്ല, അത് ക്യൂൻ എനിക്ക് ഈ കഥ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആക്ച്വലി ഈ ഭയങ്കര അരഗൻ്റായിട്ടുള്ള ഈ ക്യാരക്ടേഴ്സ് ആരുണ്ടെന്ന് നോക്കി. ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ റിയൽ ലൈഫിൽ അരഗൻ്റായിട്ടുള്ള ആരുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ഈ എലിസബത്ത് കുറേ ക്യാരക്ടേഴ്സിനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എന്തോ എലിസബത്ത് എന്തോ തേർഡ് അങ്ങനെ എന്തോ കുറച്ച് അരഗൻ്റായിരുന്നു അവരെന്നിങ്ങനെ ഭരിക്കുന്ന സമയത്ത് അരഗൻ്റായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ക്യൂൻ എലിസബത്ത് എന്നുള്ള ടൈറ്റിൽ ചൂസ് ചെയ്യണം. പിന്നെ എല്ലാ ഇപ്പം മീനി ചേച്ചി ഒരു സിയുടെ ഒരു ഇതിൽ പറഞ്ഞു എല്ലാ വുമൺസിലും ഒരു ക്യൂൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് മീറ്റർ പിടിച്ചിട്ടാണ് ക്യൂൻ എലിസബത്ത് എന്നുള്ള ടൈറ്റിൽ. പിന്നെ പെട്ടെന്ന് ക്യാച്ചിയാണല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ സിനിമ പെട്ടെന്ന് നമ്മൾ കാണാൻ തോന്നുമല്ലോ ക്യൂൻ എലിസബത്ത് അങ്ങനെ ടൈറ്റിൽ വെച്ചാണ് ക്യൂൻ എലിസബത്ത്.
അത് കറക്റ്റായിട്ട് മീര ചേച്ചി കൂടെ വന്നപ്പോൾ അത് പെർഫെക്റ്റായി. ക്യൂൻ എലിസബത്ത് സംഭവം അല്ല അരകണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ച അല്ല ക്യൂനാണല്ലോ ആ ക്യൂനാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബേസിക്കലി വളരെ ഇന്റലിജന്റും വിൽ പവേർഡും സ്ട്രോങ് പവേർഡും ആയിട്ടുള്ള ഒരു വുമൺ. അതെ അതെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വുമൺ. അതാണ് അങ്ങനെ ടൈറ്റിൽ. പിന്നെ നമ്മുടെ മദേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാവരും വിമൻ ഗേൾസ്. സോ അതാണ് നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്, യുനോ ആ ക്വീനുണ്ട്, നമ്മളെല്ലാവരും അതാണ്, എല്ലാവരും പവർഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് ബൈക്കിലാണോ? ആ ഒന്നൊക്കെ കാണിച്ച കൈ എങ്ങനെ മുദ്രാഗി വിളിക്കണമല്ലുണ്ടല്ലോ. അവിടെ എന്നാ കാണില്ല, കസേരയിൽ കയറിയിരിക്കുക കാണത്തില്ല, അതുകൊണ്ടാ. കസേര കയറിയിരുന്നോ ധൈര്യമായിട്ട് കയറിയിരിക്കുക. ആ കൊടുക്കേ ഇത് ചോദിക്കുക. ഹായ്, ഞാൻ ആതിര എലിസബത്ത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ മാമിൻ്റെ അടുത്താണ്. രസതന്ത്രത്തിലെ ഫസ്റ്റ് മെയിൽ ക്യാരക്ടറായിട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഓപ്പോസിറ്റ് അഭിനയിക്കുന്നത് ഭരത് ഗോപി, ഏറ്റവും മഹാനായ നടൻ, പിന്നെ മോഹൻലാൽ, രണ്ടുപേരുടെയും കൂടെ അത് എന്താ പറയുക, അതും ഈ ആൺവേഷം ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്ലേഫുള്ളാക്കി ആ ക്യാരക്ടർ ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒരു തമാശ രൂപത്തിലായി. അതൊന്നും ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കുറച്ച് കഴിയുമ്പോഴും നടപ്പൊക്കെ അങ്ങനെയായി, ഒരു ആൺകുട്ടി നടക്കുന്ന പോലെയൊക്കെ അങ്ങ് ആവും നമുക്ക്. ബട്ട് മോളിൽ ചോദിച്ചപ്പം ഓർമ്മ വന്നത് ഭരത് ഗോപി സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അദ്ദേഹം കൂടെ നിർത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തരുമായിരുന്നു. പിന്നെ അദ്ദേഹം പണ്ട് ആദ്യം ചെയ്ത സിനിമകളിലുള്ള എക്സ്പീരിയൻസസും എങ്ങനെയാണ് ആ ഒരു ഇതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ഇറ്റ് വാസ് ഇൻഡീഡ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. I enjoy being a man. By the way, women have to be all the time very conscious. അല്ലേ, നമ്മൾ സ്ത്രീകളാകുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നടത്തം ഇരുത്തമൊക്കെ. ഒരു ആൺകുട്ടിയാകുമ്പം എന്തോ ഒരു നമ്മുടെയൊക്കെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാൻ എനിക്ക് അറിയില്ല, താല്പര്യമില്ല. ബട്ട് ഒരാണാകുമ്പം കെയർ ഫ്രീയാണ് അല്ലേ, ഒന്നിനെ പറ്റി ഒരു ഇതില്ല. അപ്പോൾ അത് എൻജോയ് ചെയ്തു ഞാൻ ശരിക്കും. അപ്പോൾ എന്നെ എല്ലാവരും ഒരു ആൺകുട്ടിയായിട്ട് പുറത്തൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ സെറ്റിൽ. സോ അതൊക്കെ നല്ല രസമായിരുന്നു. താങ്ക് യു മാം. ആരാണ്? ഞാനാണ്. പേര് പറ. നന്ദന. എങ്ങനെ? നന്ദേട്ടനോ? നന്ദന. വീണ്ടും ഒരു നന്ദന. എൻ്റെ ക്വസ്റ്റ്യൻ മ്യൂസിക് ഡയറക്ടർ സാറിനോടാണ്. ഈ മൂവി ചെയ്തപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ സോങ് ഏതാണ് കമ്പോസ് ചെയ്യാൻ? അധികം കറക്ഷൻസ് വരുത്തിയിട്ടില്ലെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ. ഈ മൂവിയിലെ മിക്ക സോങ്സും ആദ്യത്തെ ട്യൂൺ തന്നെ അപ്രൂവ് ആയിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ പപ്പേട്ടൻ എന്നോട് പറഞ്ഞ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത പടങ്ങളിലെ പാട്ടുകളായിട്ട് യാതൊരു ബന്ധം പാടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തന്നെ ഒരു മ്യൂസിക്കൽ ജേണി എടുത്ത് നോക്കുമ്പോൾ ഇതിനു മുന്നേ കേട്ട രീതിയിലുള്ള പാട്ടുകളല്ല ഇതിനു വേണ്ടി ചെയ്തതൊന്നും. ഇനിയും ഇറങ്ങാൻ 2 സോങ്സും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങിയതെല്ലാം ലിറിക്കൽ വീഡിയോ മാത്രമാണ്. ഈവൻ വിഷ്വൽസിൻ്റെ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ രീതിയിലുള്ള പരീക്ഷണം, എന്നാൽ അറ്റ് ദ സെയിം ടൈം മെലഡിയുടെ ഒരു കണ്ടന്റ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഈ പടത്തിൽ കീപ്പ് ചെയ്ത എല്ലാ പാട്ടുകളും. സത്യം പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പപ്പേട്ട്. അതുകൊണ്ട് അധികം കഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയില്ല. എൻ്റെ ഇഷ്ടമുള്ള ജോണർ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തു. അത് പപ്പേട്ടിനും കൂടെ കൺവിൻസിങ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ എല്ലാ പാട്ടുകളും ലോക്ക് ചെയ്തത്. ആരാണ് ഇനി അടുത്തത്? സാർ, എൻ്റെ പേര് യാദവാണ്. എനിക്ക് നരൻ സാറിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. സാർ, ഞങ്ങൾക്ക് ഇനി കൈദി 2-ൻ്റെ ഒരു അപ്ഡേഷൻ പറയാൻ പറ്റും? കൈദി 2 ഇസ് നമ്മൾ അടുത്ത വർഷം ലോകേഷ് ഇപ്പോൾ രജനി സാറിൻ്റെ പടം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് ശേഷം ആണ് കൈദി 2. ഉറപ്പായിട്ടും ഇറ്റ്സ് ദെയർ.
LCUവിൽ അതാണ് ഇപ്പോൾ നെക്സ്റ്റ്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു സംഭവമുണ്ട്, അത് പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു ഇപ്പോൾ, ലോകേഷ് ഞാനൊക്കെ കൂടി ചേർന്നിട്ട് 10 minutes ഷോർട്ട് ഫിലിം കണക്റ്റഡ് വിത്ത് LCU. അതാണ് LCUവിൻ്റെ തുടക്കം. ദറ്റ് ഈസ് ബിഫോർ കൈദി. സംതിങ് ഹാപ്പൻസ് ബിഫോർ കൈദി, അങ്ങനെ ഒരു സംഭവം. അതിപ്പോൾ അധികം താമസിയാതെ വരും. താങ്ക് യു സാർ. എന്താ എവിടെ നിന്ന് പെട്ടെന്ന് ചോദിക്കട്ടെ. ഹലോ സർ, എൻ്റെ പേര് കൈവരയ്ക്കും. സർ, എൻ്റെ ക്വസ്റ്റ്യൻ നാരായൺ സാറിനോടാണ്. ക്ലാസ്മേറ്റ്സ് മൂവിയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സാർ അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ശരിക്കും ഭയങ്കര ക്രഷ് അടിച്ചു പോകും ആ എൻ്റെ കൽപ്പിലെ സോങ്ങൊക്കെ. അപ്പോൾ സാറിൻ്റെ ആ മൂവിയിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ആ സിനിമയിൽ താങ്ക് യു. അത് പക്ഷേ നമുക്ക് എല്ലാവർക്കും വളരെ മനസ്സിൽ എപ്പോഴും ചേർത്ത് നിർത്താവുന്ന ഒരു സിനിമയാണത്. എനിക്ക് അതിൽ വളരെ നൊസ്റ്റാൾജിക്കായി തോന്നിയ ഒരു കാര്യം, ഞങ്ങൾ കോട്ടയം CMS കോളേജിലായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത്. ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ ഈ ഷൂട്ടിംഗ് സ്പോട്ടിൽ കോളേജിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ശരിക്കും ഞാൻ പഠിച്ചിരുന്നപ്പോൾ എനിക്കൊരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു ആക്ച്വലി. അത് പലപ്പോഴും അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിന് മാത്രം അറിയുന്ന കാര്യമായിരുന്നു. ആ കുട്ടീനെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ പലതും ട്രൈ ചെയ്തു. അവസാനം കോളേജിൽ ഡ്രാമയിൽ അഭിനയിച്ചു, ഇൻ്റർസോൺ കലോത്സവത്തിൽ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറൊക്കെ ആയി. പക്ഷേ ആ ഇമ്പ്രഷൻ മാത്രം നടന്നില്ല, ഇമ്പ്രസ് ചെയ്യാൻ മാത്രം നടന്നില്ല. അപ്പോൾ അതിനൊക്കെ ശേഷമാണല്ലോ നമ്മൾ ക്ലാസ്മേറ്റ്സ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോഴും സീൻസ് അഭിനയിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഹാങ് ഓവർ ആക്ച്വലി ഉണ്ടായിരുന്നു. സോ ദാറ്റ് മെയ്ഡ് ഇറ്റ് വെരി എനിക്കത് ഭയങ്കര പേഴ്സണലായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ പൃഥ്വിയുടെ അടുത്തും ജയൻ്റെയും ഇന്ദ്രൻ്റെ അടുത്തൊക്കെ ഐ വാസ് ജസ്റ്റ് ഷെയറിങ് ദിസ്. അപ്പോൾ പിന്നീട് പടം കണ്ടപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ പടം ഇങ്ങനെ ഒരു എല്ലാം കൂടി നന്നായത്. സോ ഇറ്റ് വാസ് വെരി പേഴ്സണൽ ഫോർ മീ. അതിൽ മുരളി പോയി, പക്ഷെ ഞാനിപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശരി, താങ്ക് യു. ഹായ് മാം, ഹായ് സർ. എൻ്റെ പേര് കാതറിൻ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, 2 പേരോടും കൂടെയാണ്. ഒരു 4 സ്റ്റെപ്പ് ഞങ്ങളുടെ കൂടെ കളിക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് മതി. ഞങ്ങളുണ്ടാവും, ഞങ്ങൾ കൂടെ ഉണ്ടാവും. മീര നന്നായി ഡാൻസ് ചെയ്യൂട്ടോ. സാറും വരണം, 2 പേരും വേണം. എന്നാ പെട്ടെന്ന് ഓടിപ്പോ. ഇവരുടെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുത്താക്കണം കേട്ടോ. ഇവരൊന്നും ഒരു ഫോട്ടോ, പെട്ടെന്നൊരു ഫോട്ടോ സെക്ഷൻ കൂടെ ഫോട്ടോ എടുത്തോ. അടിപൊളിയായിട്ട് ഇവര് ഡാൻസ് വെച്ചും കൊടുത്തല്ലേ. റെഡി അല്ലേ?
റെഡി ഫോട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്കിനി വൈൻഡപ്പിന്റെ സമയമാണ്. സമയം പോകുന്നു. ക്യൂൻ എലിസബത്ത് സിനിമ 29-ാം തീയതിയാണ്. നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ, ചെയർപേഴ്സൺ കാണാനില്ല. ചെയർപേഴ്സൺ ഭയങ്കര തിരക്കാണ്, എന്ത് ചെയ്യാനാണ്? ചെയർപേഴ്സൺ ഇവിടെ പോയോ? നമ്മളതിന് പൈസ ഒന്നും ചോദിച്ചില്ല, എങ്ങോടെ മുങ്ങുന്നു? ചെയർപേഴ്സൺ എവിടെ? ചെയർപേഴ്സൺ പോയി, അതുകൊണ്ട് എവിടെ എവിടെ ഇനി എന്താണ് ചെയർപേഴ്സൺ? ഞങ്ങൾ പോകാനുള്ള സമയമായി. എന്താണ്? ഒന്നുമില്ലല്ലോ. നമ്മൾ സാറിൻ്റെയും മാമിൻ്റെയും സിനിമയിലെ കുറച്ച് ഒരു പാർട്ട് എടുത്തിട്ട് നിങ്ങൾക്കൊരു ഒരു ഡെഡിക്കേഷൻ പോലെ തരണം എന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രസൻറ്റ് ചെയ്തോട്ടൊരു 5 minutes. ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് അതല്ലേ ചോദിച്ചത്. ഈ വേഷം ഇഷ്ടമായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എന്താണ് എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിനത് ഇഷ്ടമായില്ല. മനസ്സിലാക്കി ഗാഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പറ്റി പോലും കണ്ടുപോകരുത്. Special Task Force Officer Marian Das, Marian Rocks, Trichyla, biggest drug bust க்கு காரணமான ஒரு ஆபீசர். എന്താ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മീന? പറയോ. അമ്മക്ക് അത് തന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കണ്ടല്ലേ? അടിപൊളിയാണത്. നല്ലൊരു മൊമെന്റാണ് നിങ്ങൾ തന്നത്. അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളത്. നമ്മൾ വീണ്ടും പറഞ്ഞു, ക്യൂൻ എലിസബത്ത് 29-ാം തീയതി കാണാൻ മറക്കരുത്. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. പ്രൊഡ്യൂസർ ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ട് കാണിക്കുക, പറയാന്ന് പറഞ്ഞു. അത് നമ്മുടെ സിനിമയാണ്. അപ്പൊ നമ്മളിത് വൈൻഡപ്പിലേക്ക് പോവാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥികൾക്ക് ഒരു മൊമെന്റോ പ്രസന്റേഷൻ ആണ്. നമ്മുടെ ഈ സ്പോൺസർ, ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയുടെ മെയിൻ സ്പോൺസറാണ് നീതു അക്കാഡമിക്സ്. അതിന്റെ മാമിനെ ക്ഷണിക്കുകയാണ്. ഇവർക്കൊരു മൊമെന്റോ പ്രസന്റേഷൻ. അതിന് കോളേജിന്റെ MD ഉൾവശി സിയാദിനെ ക്ഷണിക്കുന്നു. അതുപോലെ CEO വിജയ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ചെയർപേഴ്സൺ ഇങ്ങനെ ശ്രമിക്കുകയാണ്. പ്ലീസ് കം. ഒന്ന് വരും പ്രിൻസിപ്പൽ പ്ലീസ് എല്ലാവരും ഒന്ന് വരുമോ? എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും വന്നോട്ടെ. അത് ഓരോരുത്തരും
ഒന്നും ഉണ്ടാവില്ല. രണ്ടുപേരും പ്ലീസ് അല്ല താങ്കൾ തരണം. ഇല്ലല്ല ശ്രീരാമനോട് വഴക്കു രണ്ടുപേരും കൂടെ വഴക്കും. ഇങ്ങനെ ഒരു മൂവിയുടെ പ്രമോ ഇവിടെ നടക്കുന്നു എന്ന് അലിസാർ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടെയാണ് നീതൂസ് ഫാമിലി ഇതിലോട്ട് വന്നത്. ഇവിടെ വന്നത് ഞങ്ങളുടെ തീരുമാനം ഒട്ടും തെറ്റായില്ല എന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായി. അതിനുള്ള ഒരു കാരണം ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഇവിടെ നടക്കുവാണ്. നീതൂസിന്റെ ആഘോഷവും ഇവിടുത്തെ ക്യാമ്പസില് ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിലെ സ്റ്റുഡൻസിനൊപ്പം തുടങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒരുപാട് സന്തോഷം. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ്ങർ ജനറേഷനെ കാണാൻ സാധിച്ചത്. അതോടൊപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സോ വൺസ് അഗൈൻ എല്ലാവർക്കും നീതൂസ് ഫാമിലിയുടെ പേരിൽ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂ ഇയർ. താങ്ക് യു. ഇത് വേറെ പ്രത്യേകത, നമ്മുടെ ഇന്ദിരാഗാന്ധി ഡെന്റൽ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു കൊടുക്കാനുള്ള അതിന്റെ ഒരു ടീമും കൂടിയാണ് നീതൂസ് അക്കാദമി എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുന്നത്. അതിലും നല്ലൊരു കൈയടി അടിക്കാം നമുക്ക്. സിയാർ സാർ എന്താണ് സംസാരിക്കേണ്ടത്? ഏക്കാലും MD രണ്ടു വാക്ക് സംസാരിച്ചാൽ പോലും വിലക്കണ്ട, ഞാൻ കൈപ്പിടിക്കാം. ധൈര്യമായിട്ടും പറയണം പ്ലീസ്. പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ല, എങ്കിലും സംസാരിക്കും. അപ്പേട്ട സിനിമയിൽ എടുക്കാതിരിക്കുവാണ് സംസാരിച്ചത്. സംസാരിക്കും. ചെയർപേഴ്സൺ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ക്യൂൻ എലിസബത്ത് മൂവിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സും, പ്രത്യേകിച്ച് ശ്രീ നരേൻ, ശ്രീമതി മീര ജാസ്മിൻ, എല്ലാവരും ഞങ്ങളുടെ കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വളരെ ഒരു നല്ല പെർഫോമൻസ് ആണ് കുട്ടികളും. അത് അവരുടെ കുട്ടികളുടെ ആൻസേഴ്സ് എല്ലാം വളരെ നന്നായിട്ട് രണ്ടുപേരും ആൻസർ ചെയ്തു. എല്ലാ ക്രൂ അംഗങ്ങളും ആൻസർ ചെയ്തു. വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ നിങ്ങൾ വന്നത് വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും മൂവിക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ മൂവിയുടെ 29th റിലീസ് വരുമ്പോൾ എല്ലാവരും പോയി മൂവി കാണുക. എല്ലാവരും മൂവി കണ്ട് എൻ്റെ ഒപ്പീനിയൻ റിപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Thank you so much, Mr. Naren, and all the crew members for coming here and joining with us in Christmas celebration. Thank you all. Thank you. ഈ പ്രോഗ്രാമിൽ വരാനുള്ള ഏറ്റവും കാരണം സിയാർ ഡോക്ടറോടൊപ്പം തന്നെ കൂടെ എന്നാണ് നമ്മുടെ ചെയർപേഴ്സൺ. രാത്രി ഒരു 11 മണിക്ക് മെസ്സേജ്, എന്ത് വരുമോ? ഇന്നലെ രാത്രി 11 മണിക്ക് ഉറപ്പല്ല വരുമോ? ഞങ്ങളിവിടെ എല്ലാം ഒരിക്കലും ഞാൻ പറഞ്ഞു മീര ചെന്നൈയിൽ നിന്ന് വരുന്നുള്ളൂ. വരുമല്ലേ? രാവിലെ 9 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാറ് മാത്രമല്ലോ, അവർ വരുന്നില്ലേ? ഈ ചോദ്യമാണ് നമ്മുടെ ചെയർപേഴ്സണോട് ചോദിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തപ്പോൾ സർ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും, ഒരു ടീം വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ. അപ്പം അതത്ര ക്ലിയർ ആയിരുന്നില്ല ആദ്യം. പിന്നെ സാർ അത് കൺഫേം ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നരൻ സാറും മീര മാമും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പേഴ്സ് ആണ്. അപ്പോൾ അവർ വീണ്ടും കുറേ നാൾക്ക് ശേഷം ഒന്നിക്കുന്ന മൂവി നമ്മുടെ കോളേജിൽ, അതും ഞങ്ങളുടെ വ്യൂഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇമോഷനാണ്. ആ വ്യൂഹയുടെ പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സാറിന്റെ ജോസഫ് മൂവി ഒരുപാട് വട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത്ര എക്സൈറ്റിംഗ് ആയിരുന്നു. രഞ്ജിൻ സാറ് സ്റ്റാർ സിംഗർ തൊട്ടേ ഞങ്ങളുടെ ഒരു അത്രയും സാറിന് അന്ന് തൊട്ട് അറിയാം. അപ്പം ആ ഒരു ടീം അന്ന് ഞാൻ ചെറുതല്ല, അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വന്നോട്ട് നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നുന്നൊരു ടീം നമ്മുടെ കോളേജിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും തിരക്കുള്ള സമയത്ത് നമ്മുടെ കോളേജിന് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ ആക്കിയതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. സിയാദ് സാറിനും നമ്മുടെ മാനേജ്മെന്റിനും പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, വിജയ് സാർ, എല്ലാവർക്കും നമ്മുടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവർക്കും വ്യൂഹയുടെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇനിയും കുറെ പ്രൊമോഷനുള്ള സിനിമ ഇറങ്ങിയാണ്. ഈ പ്രോഗ്രാം ക്രിസ്മസിന്റെ തലേ ദിവസം മൂവി വേൾഡ് മീഡിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട്.
35 ചാനലിലും 35 ഫേസ്ബുക്കിലും 10 ഇൻസ്റ്റാഗ്രാമിലും 24-ാം തീയതി റിലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഞങ്ങൾ നൽകുകയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. 29-ാം തീയതി ക്യൂൻ എലിസബത്ത് സിനിമ കാണാൻ മറക്കരുത്. ഞങ്ങൾക്ക് നല്ലൊരു യാത്രയപ്പ് കൈയ്യടിയോടുകൂടി.